സ്നേഹമുള്ളവരെ, ഇരിങ്ങാലക്കുട രൂപതയിലെ മറ്റത്തൂർ നിത്യസഹായമാത ഇടവകാംഗമാണ് ഞാൻ. എൻ്റെ പേര് ടിൻഡോ കൊടിയനച്ചൻ. ഞാനിപ്പോൾ ആയിരിക്കുന്നത് ആളൂർ പ്രസാദപരനാഥ ഇടവകയിലാണ്. ഞാൻ ആയിരിക്കുന്ന ഇടവകയുടെ ദേവാലയത്തിൻ്റെ ഉള്ളിലാണ് നിങ്ങളിപ്പോൾ എന്നെ കാണുക. വിശുദ്ധ കുർബാനയുമായുള്ള അഭേദ്യമായ ബന്ധം ചെറുപ്പകാലഘട്ടം മുതൽ തന്നെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പ്രായം ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ചെറുപ്പകാലഘട്ടങ്ങളിലൊക്കെ നമ്മളൊക്കെ അമ്മയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് അകത്തേക്ക് പ്രവേശിക്കുന്ന രംഗമൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകും. അങ്ങനെയുള്ള ഒരു സംഭവമാണ് വിശുദ്ധ കുർബാനയെക്കുറിച്ച് എൻ്റെ മനസ്സിൽ, എൻ്റെ ജീവിതത്തിൽ തന്നെ ആദ്യമായി തന്നെ ഓർമ്മ വരുന്നൊരു രംഗം. ഞാൻ ഓർക്കുകയാണ്, എൻ്റെ ഇടവകപ്പള്ളിയിൽ ധ്യാനം നടക്കുന്ന സമയമാണ്. വർഷം ഒന്നും ഞാൻ ഓർക്കുന്നില്ല. ധ്യാനം നടക്കുന്ന സമയത്ത് ദേവാലയത്തിൻ്റെ വലത്തുഭാഗത്താണ് ഞാൻ ഇരുന്നിരുന്നത്. ഞങ്ങളുടെ പഴയ മറ്റത്തൂർ പള്ളിയുടെ ഒരു പ്രത്യേകതയുണ്ട്. അവിടെ ദേവാലയത്തിൻ്റെ മധ്യഭാഗത്തായി സക്രാരിക്ക് മുകളിൽ ക്രൂശിത രൂപം കാണാനായിട്ട് സാധിക്കുകയില്ല. നേരെ മറിച്ച് ദേവാലയത്തിൻ്റെ വലത്തുഭാഗത്താണ് അന്ന് ക്രൂശിത രൂപം ഉണ്ടായിരുന്നത്. ഞാൻ ഓർക്കുന്നു, അമ്മയും ഞാനും ആ ധ്യാനത്തിൽ സംബന്ധിക്കാനായിട്ട്, വാർഷിക ധ്യാനമായിരുന്നു, ഇടവക വാർഷിക ധ്യാന സമയമായിരുന്നു. നമുക്കറിയാം, ഈവനിങ്ങിലാണ്, വൈകുന്നേരങ്ങളിലാണ് ധ്യാനങ്ങൾ ഉണ്ടാകുക. അങ്ങനെ ആ ധ്യാന സമയത്ത് ധ്യാന പ്രസംഗത്തിന് ശേഷമുള്ള ആരാധന, ആ സമയത്ത് അമ്മ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഒരു രംഗം എൻ്റെ മനസ്സിലുണ്ട്. ഞാനാണെങ്കിൽ ആദ്യം കാലഘട്ടമായതുകൊണ്ട്, വളരെ ചെറുപ്പമായതുകൊണ്ട്, കുഞ്ഞുനാളായതുകൊണ്ട് ഞാൻ കിടക്കുകയായിരുന്നു. പക്ഷേ ആരാധനയുടെ സമയത്ത് ഞാൻ ഇരുന്നു, അമ്മ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഞാൻ ആ സമയത്ത് കണ്ടത് ദിവ്യകാരുണ്യം, ആശീർവാദം, അതിന് വൈദികൻ ദിവ്യകാരുണ്യം എടുത്തുയർത്തുമ്പോൾ സൈഡിൽ ഞാൻ ഇന്നും ഓർക്കുകയാണ്, ഈശോ നിൽക്കുന്ന ഒരു രൂപം എൻ്റെ ആ കാലഘട്ടത്തിൽ, കുഞ്ഞുനാളുകളിൽ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. ഇന്നും എൻ്റെ പൗരോഹിത്യം സ്വീകരിച്ചിട്ട് 8 വർഷങ്ങൾ കഴിഞ്ഞു. 2016 ഡിസംബർ 29 ഞാൻ പൗരോഹിത്യം സ്വീകരിച്ചത്. ഇന്നും എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു സംഭവമായിരുന്നു ഈ ദിവ്യകാരുണ്യ അനുഭവം എന്നുള്ളത്. ഞാൻ ഇന്നും അത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓർക്കുകയാണ്. എനിക്കൊരു പക്ഷേ വാക്കുകൾ കൊണ്ട് അത്രമാത്രം പ്രകടമാക്കി അത് പറയുവാൻ സാധിക്കുമെന്നറിയില്ല. ഇന്ന് ഞാൻ ഓർക്കുന്ന മറ്റത്തൂർ പള്ളിയുടെ അൾത്താരയിൽ ദിവ്യകാരുണ്യം എടുത്തുയർത്തുമ്പോൾ വലതുഭാഗത്തായിട്ട് ഈശോയെ കണ്ടതായിട്ട് ഞാൻ ഓർക്കുകയാണ്. ഒരു പക്ഷേ ഇന്ന് ആളൂർ പ്രസാദപരനാഥ ദേവാലയം വരെ എൻ്റെ പൗരോഹിത്യം എത്തി നിൽക്കുമ്പോൾ വൈദികനാകണമെന്ന ആഗ്രഹം ആരംഭിച്ചത് അന്നു മുതലാണ്. ഒരു പക്ഷെ നിങ്ങൾക്ക് ചിലർക്കൊക്കെ അറിയാം, മറ്റത്തൂർ നിത്യസഹായമാത ദേവാലയം, അവിടെ നിന്നും ഇന്ന് വരെ മറ്റു പുരോഹിതരുണ്ടായിട്ടില്ല. ഞാനാണ് ഏറ്റവും ആദ്യം അവിടെ നിന്നും പുരോഹിതനായത്. ഏകദേശം 60 വർഷത്തോളമായി മറ്റത്തൂർ ഇടവകയായിട്ട്. അവിടെ നിന്നുള്ള ആദ്യ വൈദികൻ ഉടലെടുത്തത് ഏകദേശം ഒരു 45 ഇടവകയായിട്ട് 45-50 വർഷങ്ങൾക്കൊക്കെ ശേഷമാണ്. ഞാൻ 2016 പട്ടം സ്വീകരിക്കുമ്പോഴാണ്. ഒരു പക്ഷേ ആ ദിവ്യകാരുണ്യ അനുഭവമാണ് എന്നെ പൗരോഹിത്യത്തിലേക്ക് വഴി നടത്തിയത്. അതിനുശേഷം ഞാൻ ഓർക്കുന്നു, കുഞ്ഞുനാളുകളിലൊക്കെ ഇടവകയിലെ മധ്യസ്ഥ നിത്യസഹായ മാതാവാണ്. ശനിയാഴ്ചകളിലാണല്ലോ മാതാവിൻ്റെ ദിവസമായിട്ട് മാറ്റിവെക്കുക. അങ്ങനെ ശനിയാഴ്ച ദിവസങ്ങളിലെ രാവിലെ 6:45 ഞാൻ ഇന്ന് ഓർക്കുന്നു കുർബാന സമയമൊക്കെ. ആ സമയത്താണ് ശനി ഞായർ ദിവസങ്ങളിലൊക്കെ കുഞ്ഞുനാടുകളിൽ കുർബാനയ്ക്ക് പോയതൊക്കെ ഓർക്കുകയാണ്. ഒരു പക്ഷേ അവിടെ നിന്നൊക്കെ ഒന്ന് വളർന്ന് പക്വതയായപ്പോൾ വിശുദ്ധ കുർബാനയൊക്കെ ഞാൻ ആദ്യമായി ഈശോയെ സ്വീകരിച്ച ആ സമയം മുതൽ 4ാം ക്ലാസ്സിൽ നിന്നും 5ലേക്കുള്ള ആ കാലഘട്ടത്തിൽ ആദ്യമായി കുമ്പസാരിച്ചൊരുങ്ങി ഈശോയെ സ്വീകരിച്ച്, അന്ന് സ്ഥൈര്യലാപനം എന്ന കൂദാശ സ്വീകരിക്കുന്നത് വിശുദ്ധ കുർബാന സ്വീകരിച്ച് പിന്നത്തെ വർഷമാണ്. അന്ന് മുതൽ ഒരിക്കൽ പോലും ജീവിതത്തിൽ വിശുദ്ധ കുർബാന മുടങ്ങിയതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. എല്ലാ ദിവസവും അന്ന് ദേവാലയത്തിൽ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമായിരുന്നു. രോഗാവസ്ഥകൾ മൂലമൊക്കെ കുറച്ച് നാളുകളൊക്കെ മുടങ്ങിയിട്ടുണ്ടെന്ന് ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ ദിവസവും ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമായിരുന്നു. 5ാം ക്ലാസ് മുതൽ
10ാം ക്ലാസ് വരെ ഞാൻ അൾത്താര ശുശ്രൂഷയായിരുന്നു, അൾത്താര ബാലനായിരുന്നു. ആ സമയങ്ങളിലൊക്കെ വിശുദ്ധ കുർബാന അനാവശ്യമായി ഒരു ദിവസം പോലും ഞാൻ മുടക്കിയതായിട്ട് എൻ്റെ ഓർമ്മയിൽ പോലുമില്ല. അങ്ങനെ മുടക്കാനുള്ളൊരു സാഹചര്യവും എൻ്റെ കുടുംബത്തിലില്ലായിരുന്നു. കാരണം എൻ്റെ കുടുംബത്തിൽ അവരൊന്ന് പരിചയപ്പെടുത്താം, അപ്പൻ, അമ്മ, ചേട്ടൻ, പിന്നെ ഞാനും അങ്ങനെയായിരുന്നു. ഇപ്പോൾ ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞു, ചേച്ചിയുണ്ട്, 3 മക്കളുമുണ്ട്. അങ്ങനെ അടങ്ങുന്ന ഒരു കുടുംബമാണ് എൻ്റെ കുടുംബം. ഒരു പക്ഷേ ആ അൾത്താര ബാലനായിരുന്ന സമയത്തൊക്കെ അൾത്താരയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈശോയെ അനുഭവിച്ചറിയാൻ പറ്റിയതിൻ്റെ വലിയ അടയാളമാണ് ഒരു ഇടവക വൈദികനും അല്ലെങ്കിൽ ഒരു വൈദികൻ പോലും ഇല്ലാത്ത മറ്റത്തൂർ ഇടവകയിൽ നിന്നും എനിക്ക് ദൈവവിളി സ്വീകരിക്കാനായിട്ട് പ്രചോദനമായത് ആ ദിവ്യകാരുണ്യ അനുഭവങ്ങളായിരുന്നു. ഞാൻ ഓർക്കുകയാണ്, ഞങ്ങളുടെ പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയം. ആ സമയത്ത് ഞാൻ അൾത്താരയിൽ അന്നുണ്ട്. അന്ന് ബഹുമാനപ്പെട്ട ആൻഡോജി ആലപ്പാട്ടച്ചനായിരുന്നു ഞങ്ങളുടെ വികാരിയച്ഛൻ. അപ്പോൾ അന്ന് പള്ളിപ്പണിയുമായി ബന്ധപ്പെട്ട് എല്ലാ വ്യാഴാഴ്ചകളിലും വൈകുന്നേരങ്ങളിൽ കുർബാനയും ആരാധനയും ഉണ്ടായിരുന്നു. എല്ലാ വ്യാഴാഴ്ചകളിലും മുടങ്ങാതെ ആ ആരാധനയിൽ എല്ലാ ആഴ്ചകളിലും ഞാൻ പങ്കെടുക്കുമായിരുന്നു. അങ്ങനെ ഒരു വ്യാഴാഴ്ച ഞാൻ ഇന്നും അത് ഓർക്കുകയാണ്. അന്ന് 5ാം ക്ലാസ്സിലോ 6ിലോ ആണ് ഞാൻ പഠിക്കുന്ന സമയം. ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിലിരുന്നു കൊണ്ട് അന്ന് നമുക്കറിയാം ദിവ്യകാരുണ്യത്തിന് മുൻപിൽ ധൂപം വീശാറുണ്ട് അൾത്താരബാലനായിരിക്കുമ്പോൾ. അന്ന് ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടി ആണ്. അപ്പോൾ ഞാൻ ധൂപം വീശുന്നു, എൻ്റെ കൂട്ടുകാരൻ ആ ധൂപത്തിൻ്റെ കപ്പൽ, കുന്തിരിക്കമിടുന്ന പാത്രം പിടിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ധൂപം വീശുന്നുണ്ട്, എന്നാൽ ദിവ്യകാരുണ്യ സന്നിധി ഇരുന്നുകൊണ്ട് ഞങ്ങൾ നല്ല കളിയും തമാശയൊക്കെ ആയിരുന്നു. ഒരു പക്ഷേ വീട്ടിലെത്തിയതിനു ശേഷം അമ്മ ആദ്യം ഒന്നും മിണ്ടിയില്ല. ഞാൻ ഡ്രസ്സൊക്കെ മാറി വീട്ടിലായിരിക്കുന്ന വസ്ത്രമൊക്കെ എടുത്ത് ഇട്ടിരിക്കുന്ന സമയമാണ്. അന്ന് ഞാൻ എന്നും ഓർക്കുകയാണ്, ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് കളിത്തമാശ പറഞ്ഞ് ചിരിച്ച് കളിച്ചതിൻ്റെ ഫലമായി എൻ്റെ അമ്മ എന്നെ അടിച്ചത് ഞാൻ ഓർക്കുകയാണ്. ഒരുപക്ഷെ അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഞാൻ ഒരിക്കലും മോശമായ രീതിയിൽ പെരുമാറിയിട്ടില്ല. അല്ലെങ്കിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരുന്നുകൊണ്ട് ഒരു കളിത്തമാശ രൂപേണ ഞാൻ എൻ്റെ ജീവിതത്തിൽ പെരുമാറിയിട്ടില്ല. എനിക്ക് ലഭിച്ചൊരു വലിയ അനുഭവമാണ്. ഇതൊരു ചെറിയൊരു സംഭവമാണെങ്കിൽ പോലും അതെന്നെ പഠിപ്പിച്ച ഒരു വലിയ പാഠമുണ്ട് ദിവ്യകാരുണ്യ സന്നിധിയിൽ വ്യാപരിക്കേണ്ടതിൻ്റെ വലിയ കഥകളെ കുറിച്ച്. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. ഒരിക്കൽ മറ്റൊരു പള്ളിയിൽ, എൻ്റെ ഇടവക പള്ളിയിൽ നിന്ന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഞാൻ സൈക്കിളിൽ വരികയായിരുന്നു. സൈക്കിളിലാണ് കുർബാനയ്ക്ക് എല്ലാ ദിവസവും പോകുന്നതും തിരികെ വീട്ടിലെത്തുന്നതും. അങ്ങനെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അന്ന് സൈക്കിളിൽ പള്ളിയിൽ നിന്നും ഇറങ്ങിയ വശം തന്നെ എൻ്റെ സൈക്കിളിൻ്റെ ബ്രേക്ക് പതുക്കൊന്ന് പൊട്ടുകയാണ്. നോക്കിയപ്പോൾ 2 ബ്രേക്കും പൊട്ടി. മറ്റത്തൊരു അവിടെ പോയിട്ടുള്ളവർക്കറിയാം, പള്ളിയിൽ നിന്ന് ഇറങ്ങി ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ ഒരിറക്കം പോലെയാണ്, നല്ലൊരു ഇറക്കം തന്നെയാണ്. അങ്ങനെ മറ്റത്തൊരു ജംഗ്ഷൻ വരെ ബ്രേക്കില്ലാതെ ഞാൻ പോവുകയാണ്. കാരണം വേറെ നിവൃത്തിയില്ല. 2 ബ്രേക്കും പിടിച്ചു നോക്കി, പക്ഷെ എന്ത് ചെയ്താൽ സൈക്കിൾ നിൽക്കുന്നില്ല. എൻ്റെ കൂട്ടുകാരൻ അവിടെയുണ്ട്. ഞാൻ എൻ്റെ ഇടത് കൈ അവനൊന്ന് കാണിച്ചു. അവന് കാര്യം പിടികിട്ടിയില്ല. അപ്പം ഞാൻ ഹായ് എന്ന് പറഞ്ഞ് കാണിച്ചതാണെന്ന് വിചാരിച്ചുകൊണ്ട് എൻ്റെ കയ്യിലൊന്ന് തൊട്ട് പിന്നെ അവൻ പോയി. ഞാൻ വീണ്ടും ആ ബ്രേക്കില്ലാത്ത സൈക്കിളുമായി പോയി. അപ്പോൾ ഒരു വലിയൊരു ഇറക്കമാണ് മറ്റത്തൊരു ഇറക്കം. അവിടെ എത്തിയപ്പോൾ ഞാനിങ്ങനെ മനസ്സിലപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്, വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ടാണ് ഞാൻ വരുന്നത്. ദൈവമേ,
ശരിക്കും വലിയൊരു അപകടം നടക്കേണ്ട ഒരു സമയമായിരുന്നു. എങ്ങനെയെങ്കിലും ഈ സൈക്കിളൊന്ന് നിർത്തണം എന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു. ദിവികാരണ ഈശോയെ എങ്ങനെയെങ്കിലും സൈക്കിളൊന്ന് നിർത്തണമെന്ന്. അങ്ങനെ മൂന്നാല് തവണ ഇങ്ങനെ മനസ്സിൽ ഉരുവിട്ട് കഴിഞ്ഞപ്പോൾ ഇറക്കത്ത് ആ സൈക്കിള് തന്നെ നിന്നു എന്നുള്ളത് എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. കാരണം ആ ഇറക്കം ശ്രദ്ധിച്ചവർ കണ്ടിട്ടുള്ളവർക്കറിയാം, ബ്രേക്ക് പൊട്ടിക്കഴിഞ്ഞാൽ വേറൊരു നിവൃത്തിയില്ല. ഇറക്കത്തിലൂടെ അങ്ങനെ ഇറങ്ങി എവിടെയെങ്കിലും നമ്മൾ ചെന്ന് കയറും. ഒന്നെങ്കിൽ വണ്ടികളിലുമേ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ ചെന്ന് കയറും. എനിക്കൊരു വലിയ അനുഭവമായി. കാരണം ഞാൻ മനസ്സിൽ അന്ന് പ്രാർത്ഥിച്ചത് ഞാൻ ഇന്നും ഓർക്കുകയാണ്, ദിവികാരണ ഈശോയെ എന്നെന്ന് ഈ സൈക്കിളിനും നിർത്തണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥന ഒരു പക്ഷേ ഈശോയെ സ്വീകരിച്ച് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമുള്ള സമയമായതിനാൽ ദൈവം എന്നെ അങ്ങനെ ഒരു അപകടത്തിൽ നിന്നും, വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷിച്ചതായിട്ട് ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ പല സമയങ്ങളിലും വലിയ അപകടങ്ങളിൽ നിന്നൊക്കെ എന്നെ രക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ രക്ഷപ്പെടുവാനിടയായ ഒരുപാട് സാഹചര്യങ്ങൾ എനിക്ക് ലഭിക്കുവാൻ കാരണം ഞാനൊന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ദിവ്യകാരുണ്യത്തോട് ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്നവരായിരുന്നു എൻ്റെ കുടുംബാംഗങ്ങൾ എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം എനിക്ക് ചേട്ടനാണ്, ചേട്ടൻ്റെ പേര് റിൻഡോ എന്നാണ്. ചേട്ടനും ഞാനും തമ്മിൽ 4 വയസ്സ് വ്യത്യാസമുണ്ട്. ഞങ്ങള് ചേട്ടൻ്റെ കല്യാണത്തിന് സമയം വരെ, അതായത് ഞാൻ തിയോളജി ദൈവശാസ്ത്രം 1ാം വർഷം പഠിക്കുമ്പോഴായിരുന്നു ചേട്ടൻ്റെ വിവാഹം നടന്നത്. ആ സമയം വരെ ഞാനും ചേട്ടനൊക്കെ ഒരുമിച്ച് ഒരു മുറിയിലാണ് കിടന്നിരുന്നത്. ഞാൻ ഇന്നും ഓർക്കുകയാണ്, കിടക്കുന്ന സമയത്ത് എൻ്റെ നെറ്റിയിൽ അതുപോലെ തന്നെ ഹൃദയത്തോട് ചേർന്ന് കരങ്ങളിലൊക്കെ കുരിശ് വരച്ച് ചേട്ടൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ എന്നും ഓർക്കുകയാണ്. ഞാനൊരു പക്ഷെ ഉറങ്ങിയിട്ടുണ്ടാകില്ല, കാരണം എനിക്കത് വലിയൊരു അനുഭവമായിരുന്നു. ഇന്നും ഞാൻ അനുഭവത്തെ ശരിക്കും ഓർത്തെടുക്കുകയാണ്. ഒരു പക്ഷേ അങ്ങനെയുള്ളൊരു ദിവ്യകാരുണ്യ ഈശോയോടൊക്കെ അവരൊക്കെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ടാകും ഒരു പക്ഷേ തുടർന്ന് എനിക്ക് ദൈവവിളി ലഭിക്കുവാനും ആ ദൈവവിളിയോടുള്ള ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാനും ഇടയായത്. അതിനുശേഷം എനിക്ക് ദൈവവിളി അല്ലെങ്കിൽ വൈദികനാകണം എന്ന അതിയായ ആഗ്രഹം എനിക്ക് ചെറുപ്പം മുതലുണ്ടായിരുന്നെങ്കിലും നേരത്തെ സൂചിപ്പിച്ച പോലെ എൻ്റെ ഇടവകയിൽ നിന്നും ഒരു വൈദികൻ പോലും ഇല്ല. അപ്പം ആരോട് പറയണം എന്നൊന്നും എനിക്ക് അന്ന് അറിയുന്നുണ്ടാകില്ല. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്താണ് ഞാൻ സെമിനാരിയിൽ ചേരുക. അന്ന് എൻ്റെ വികാരിയച്ഛൻ ബഹുമാനപ്പെട്ട ജോഷി കലയിലച്ഛനായിരുന്നു. അച്ഛൻ ഇതുപോലെ തന്നെ പ്രധാന അധ്യാപകനായ ജോഷി മാഷ് വഴി ഞങ്ങളുടെ ഓരോരുത്തരുടെയും ലൈഫിനെ കുറിച്ച്, ഭാവിയിൽ എന്താകണം അല്ലെങ്കിൽ എന്താണ് ആഗ്രഹം എന്നൊക്കെ എഴുതിപ്പിക്കാനിടയായി. അങ്ങനെ ഞാൻ എഴുതി, ഇങ്ങനെ വൈദികനാകണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. അങ്ങനെയാണ് ജോഷച്ചനോടത് പറഞ്ഞ് ഞാൻ 2006 ഞാൻ സെമിനാരിയിൽ ചേരുന്നതും. മൈനസ് സെമിനാരിയിൽ ഇരിങ്ങാലക്കുട 3 വർഷം പഠിച്ചു. പിന്നെ ഫിലോസഫി, തിയോളജി പഠനങ്ങൾക്കൊക്കെ ശേഷം വൈദികനായി. അങ്ങനെ ഒത്തിരിയേറെ പ്രാർത്ഥനയുടെ സെമിനാരി കാലഘട്ടത്തിനായാലും ദിവ്യകാരുണ്യ പ്രത്യേകിച്ച് ആരാധനയോട് എനിക്ക് ഒത്തിരിയേറെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ദിവ്യകാരുണ്യ സന്നിധിയിൽ. ഇന്നും 2016 പട്ടം കിട്ടിയതിനു ശേഷം വിശുദ്ധ കുർബാനയ്ക്ക് മുൻപ് ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു. ഞാൻ ആയിരിക്കുന്ന ഇടവകളിലൊക്കെ, ഇപ്പോൾ ഈ ആയിരിക്കുന്ന ആളൊരു പ്രസാദപരനാഥ ഇടവകയിലും ഞാൻ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് വിശുദ്ധ കുർബാനയ്ക്ക് മുൻപ് നിരന്തരം ഒരു ദിവസം പോലും അതിന് മുടക്കാൻ വന്നിട്ടില്ല. എൻ്റെ രോഗാവസ്ഥകൾ മൂലം മുടങ്ങി എന്ന് മാത്രമുള്ളൂ, അല്ലാതെ അനാവശ്യമായൊരു ദിവസം പോലും ആരാധന മുടങ്ങിയിട്ടില്ല. ഇവിടെ ആളുകളോട് ചോദിച്ചാലും അവരും അത് കൃത്യമായിട്ട് പറയും. ഞാൻ വൈദികനായിരിക്കുമ്പോഴാണ് അട്ടപ്പാടിയിൽ ബിനോയച്ചൻ്റെ ധ്യാനം നടക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. കലേറ്റിങ്ങര പാക്സിൽ വെച്ചാണ് അട്ടപ്പാടി ടീം ബിനോയച്ചൻ്റെ നേതൃത്വത്തിൽ ധ്യാനം ഉണ്ടായിരുന്നത്. ആ സമയത്ത് കൗൺസിലിംഗ് ഉണ്ടായിരുന്നു. നമുക്ക് കൗൺസിലിങ്ങിന് പോകാം. സിസ്റ്റർ എന്നോട് ആദ്യമേ കണ്ടപ്പോൾ ചോദിച്ചു, ദിവ്യകാരുണ്യ ഈശോയുടെ വളരെ വലിയൊരു അനുഗ്രഹം അച്ഛനിൽ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛനായിരിക്കുന്ന ഇടവകയിൽ എല്ലാ ദിവസവും ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെക്കുന്നുണ്ടല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനങ്ങനെ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ എന്നോട് ആ സിസ്റ്റർ പറഞ്ഞു, ഒരിക്കൽ പോലും അത് ജീവിതത്തിൽ മുടക്കരുത്, കാരണം ദിവ്യകാരുണ്യ അനുഗ്രഹം വളരെ വലുതാണെന്നുള്ള ഉറച്ച ബോധ്യം അച്ഛനിലൂടെ പലർക്കും അത് ലഭിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇന്ന് ഈ ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് മുൻപ് ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ചില്ലെങ്കിൽ ആളുകൾ തന്നെ പറയും, എന്തോ ഒരു കുർബാനയോടൊരു പൂർത്തീകരണം കുർബാനയ്ക്ക് ശേഷവും ഞങ്ങൾക്ക്
ലഭിക്കുന്നില്ല എന്നൊക്കെ അനുഭവങ്ങൾ പറയാറുണ്ട് പലപ്പോഴായി. ദിവ്യകാരുണ്യത്തിലൂടെ ലഭിക്കുന്ന അനുഗ്രഹം ഒത്തിരിയാണെന്ന് അതിലൂടെ എൻ്റെ വൈദിക ജീവിതത്തിലും എനിക്ക് ബോധ്യപ്പെട്ടതാണ്. ഒരു പക്ഷെ എൻ്റെ കുടുംബാംഗങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരൊക്കെ ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് തീർച്ചയായും പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ടാകും ആ ഒരു അനുഭവം എനിക്ക് ലഭിച്ചത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. എല്ലാ നേരവും സ്തുതി പാടും ആത്മാവിൽ വാഴുന്ന ഈശോയ്ക്ക്. എല്ലാ നേരവും സ്തുതി പാടും ആത്മാവിൽ വാഴുന്ന ഈശോയ്ക്ക്. അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരുന്ന ഗുരുനാഥന്. അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരുന്ന ഗുരുനാഥന്. ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നുയരും. മാലാഖമാർ ചേർന്ന് പാടുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ. 2022 ആളൂർ പ്രസാദപരനാഥ പള്ളിയിൽ ഞാൻ വികാരിയായിട്ട് ചാർജ് എടുക്കുക. 2022 ഒരു ഓഗസ്റ്റ് മാസം ഞാൻ ചാർജ് എടുത്തതിന് ശേഷം നടത്തപ്പെട്ട പൊതുവായ ആദ്യ കുർബാന സ്വീകരണം നടന്നിരുന്നു. കാരണം കോവിഡിനൊക്കെ ശേഷം അല്പം ഒന്ന് നമ്മുടെ പഴയ രീതിയിലേക്ക് എത്തി അതിനുശേഷം നടക്കുന്ന കുർബാന സ്വീകരണമായിരുന്നു. ഒത്തിരി മക്കൾ പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ടാണെന്ന് കുർബാന സ്വീകരിക്കാൻ, ആദ്യമായി ഈശോയെ സ്വീകരിക്കാനായിട്ട് ഈ ദേവാലയത്തിനകത്ത് ആയിരിക്കുക. കുർബാന ഞാൻ തന്നെയാണെന്ന് അർപ്പിച്ചത്. കുർബാനയുടെ സമയത്ത് ഞാൻ പറഞ്ഞു ആ മക്കളോട് മൈക്കിലൂടെ, ആദ്യമായി ഈശോയെ സ്വീകരിക്കാനായിട്ട് നിങ്ങൾ ഒരുങ്ങുകയാണ്. ഒരു നിയോഗം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം, അത് സാധിച്ചു തരും എന്നുള്ളത് തീർച്ചയാണ്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, ആ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. എന്നോട് വ്യക്തിപരമായ നിയോഗങ്ങൾ ആവശ്യപ്പെട്ടവരുണ്ടായിരുന്നു, അവരെല്ലാവരെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ഈ അൾത്താരയിൽ. പ്രത്യേകമായി ആ ആദ്യ കുർബാന സ്വീകരണം നടന്ന് കൃത്യം 1 വർഷം തികയുമ്പോൾ ആദ്യ കുർബാന സ്വീകരിച്ച ഒരു മകൾ എന്നോട് പറഞ്ഞു, അച്ഛനന്ന് അങ്ങനെ പറഞ്ഞില്ലേ, ഞാനൊരു നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തൊരു നിയോഗമായിരുന്നു അത്. പക്ഷേ ഇന്ന് 1 വർഷം തികയുമ്പോൾ അതെൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു അച്ഛ എന്ന് ആ മകള് പറയുകയാണ്. ഒരു പക്ഷേ ആ നിയോഗം എന്താണെന്ന് പബ്ലിക്കിൽ എന്നോട് പറയരുതെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനത് പറയുന്നില്ല, എന്താണ് ആ കൊച്ചിന് ലഭിച്ചത് എന്നുള്ളത്. എന്തായാലും വിശുദ്ധ കുർബാനയിലൂടെ അല്ലെങ്കിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ നിയോഗത്തെ ദൈവം സാധിച്ചു തരും എന്നുള്ളതിൻ്റെ ഉറച്ച അടയാളമാണ് ആ മകൾ. ആ മകൾ 5ാം ക്ലാസ്സിൽ നിന്നും 6ാം ക്ലാസ്സിലായി. വളരെ വലിയൊരു അനുഭവമാണ് ആ മകൾക്ക് അതിലൂടെ ലഭിച്ചത്. ഒരു പക്ഷേ ആ മകളുടെ കുടുംബാന്തരീക്ഷം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അർഹതയില്ലെങ്കിൽ പോലും ദൈവം അത് അനുവദിച്ചു കൊടുക്കുകയാണ്. ആ ദിവ്യകാരുണ്യത്തിൻ്റെ വലിയ അനുഭവമായിട്ട് മാറ്റപ്പെടുകയാണ്. ഒരു പക്ഷേ ഈ അൾത്താരയിൽ ഞാനിപ്പോൾ 3ാമത്തെ വർഷമാണ് ഈ ദേവാലയത്തിലായിരിക്കുക. ഈ 3 വർഷവും ഈ അൾത്താരയിൽ ഞാൻ അർപ്പിച്ച വിശുദ്ധ ബലിയിൽ എൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസവും എന്താണോ ഉള്ളത് അതെല്ലാം ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നുവരെ ഒരിക്കൽ പോലും ഒരു മീറ്റിങ്ങുകൾക്കോ അല്ലെങ്കിൽ ഇടവകയുടെ ഒരു തീരുമാനങ്ങൾക്കോ ഒരു തടസ്സവും കൂടാതെ ദൈവം എന്നെ വഴി നടത്തിയിട്ടുണ്ടെന്ന് ഈ 3 വർഷങ്ങൾ പിന്നിടുമ്പോൾ എനിക്ക് പറയാനായിട്ട് സാധിക്കും. പക്ഷെ നിങ്ങൾക്ക് അറിയുമായിരിക്കാം, 2022 ഈ ദേവാലയത്തിൻ്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു സമയമായിരുന്നു. അതിനു മുൻപ് ഞാൻ നേരത്തെ ഒരു സംഭവത്തിൽ സൂചിപ്പിച്ച പോലെ ബിനോയ് അച്ഛൻ്റെ അട്ടപ്പാടി ടീമിൻ്റെ ധ്യാനം കൂടുന്ന സമയത്ത് എന്നോട് ആ സിസ്റ്റർ കൗൺസിലിങ്ങിന് മറ്റൊരു കാര്യം കൂടി ചോദിച്ചിരുന്നു. ഒരു പള്ളിപ്പണി അച്ഛനിൽ ഞാൻ കാണുന്നുണ്ട്, അച്ഛൻ ഏതെങ്കിലും പള്ളി പണിതിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, പള്ളികളൊന്നും പണിതിട്ടില്ല, ഞാനിപ്പോൾ ആയിരിക്കുന്ന ഇടത്തിൽ കുറച്ച് വർക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, അല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. സിസ്റ്റർ പറഞ്ഞു, അച്ഛൻ്റെ
ജീവിതത്തിൽ അത് ഞാൻ കാണുന്നുണ്ടെന്ന് പറയുകയാണ്. ഒരുപക്ഷെ 2022 ഈ പള്ളിയിലേക്ക് എത്തിയപ്പോഴാണ് ആ സിസ്റ്റർ പറഞ്ഞതിൻ്റെ ഒരു പൂർത്തീകരണം എനിക്ക് മനസ്സിലായത്. ഇതിൻ്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടൊക്കെ അല്പം പ്രശ്നകരമായ സാഹചര്യത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴൊക്കെ ഈ ദിവികാരുണ്യ അനുഭവമായിരുന്നു, ശക്തിയായിരുന്നു. എല്ലാ ദിവസവും രാവിലെ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചുള്ള ആരാധനയായിരുന്നു എൻ്റെ ശക്തി. ഞാൻ മനസ്സിലാക്കിയത് അതിനുശേഷം 2 വർഷങ്ങൾ കഴിഞ്ഞ് ഇതിൻ്റെ ദേവാലയ പുനർപ്രതിഷ്ഠയും വെഞ്ചരിപ്പൊക്കെ നടന്ന സമയത്ത് മെയ് 5 ഇതിൻ്റെ ദേവാലയ പുനർപ്രതിഷ്ഠയും വെഞ്ചരിപ്പൊക്കെ നടത്തപ്പെട്ടത്. അപ്പോൾ ആ സമയത്ത് അതിനുശേഷമൊക്കെ ഒന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുക, ദൈവം നമ്മളെ വഴി നടത്തുകയാണ്. അതായത് നമുക്ക് കൃത്യമായി ഒരു പദ്ധതി നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും ദൈവത്തിൻ്റെ പദ്ധതിയിലൂടെ നമ്മളെ തള്ളിവിടുന്ന ഒരു അനുഭവമായിരുന്നു എനിക്കുണ്ടായത്. അതിന് കാരണം തീർച്ചയായും ഈ അൾത്താരയിൽ അർപ്പിക്കപ്പെട്ട വിശുദ്ധ ബലിയിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ്. ഈ കാസയോടും പിലാസയോടൊക്കെ ചേർത്ത് എൻ്റെ നിയോഗങ്ങളൊക്കെ, ഈ ദേവാലയത്തിൻ്റെ നിയോഗങ്ങളൊക്കെ, എല്ലാ കുടുംബങ്ങളുടെ നിയോഗങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് വളരെ വലിയൊരു ദിവ്യകാരുണ്യ അനുഭവം എനിക്കുണ്ടായത്. ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്യമുണ്ട്, ഒരേ ആത്മാവോടും ഒരേ മനസ്സോടും കൂടെ പ്രവർത്തിക്കാമെന്ന്. ഒരു പക്ഷേ അത് പല ആവർത്തി അൾത്താരയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇന്നെനിക്ക് പറയാൻ സാധിക്കും, ഈ ഇടവക ഒരു ജനമായി, ഒരു അനുഭവമായി ഇന്നും മുന്നോട്ട് പോകുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടെ പറയാനായിട്ട് സാധിക്കും. അതിൻ്റെ പ്രധാനമായ കാരണം എന്നുള്ളത് ദിവ്യകാരുണ്യവും വിശുദ്ധ കുർബാനയുമാണ്. തിരുവോസ്തിയിൽ ഞാൻ കാണുന്നു നിന്നെ വിശ്വൈകരാജനേ, തിരുവോസ്തിയിൽ ഞാൻ കാണുന്നു നിന്നെ വിശ്വൈകരാജനേ. 2016 ഡിസംബർ 29 ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഞാൻ തിരുപ്പട്ടം സ്വീകരിച്ചത്. തിരുപ്പട്ടം സ്വീകരിക്കുന്ന സമയത്ത് ഞാൻ എടുത്തിരുന്ന വചനം വിശുദ്ധ പൗലോസ്ലീഹയുടെ വചനമായിരുന്നു. അത് നിനക്ക് എൻ്റെ കൃപ മതി എന്ന വചനം. ഞാനത് എടുക്കാനായിട്ടുള്ള കാരണം ദിവ്യകാരുണ്യം തന്നെയാണ്. ഞാനത് എടുക്കാനുള്ള കാരണം, നിനക്ക് എൻ്റെ കൃപ മതി എന്ന് പറയുമ്പോൾ ദൈവം നമുക്ക് കൃപകൾ നൽകുന്നത് ദിവ്യകാരുണ്യത്തിലൂടെയും വിശുദ്ധ ബലിയിലൂടെയുമാണ്. ആ കൃപകളെ ജ്വലിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കണമെന്നുള്ള ബോധ്യം ഉള്ളതുകൊണ്ടാണ് നിനക്ക് എൻ്റെ കൃപ മതി എന്ന വചനം ഞാൻ എടുക്കാനായിട്ട് ഇടവന്നത്. ഇനി ആ വചനത്തിലേക്ക് എന്നെ നയിച്ചത് ഞാനിപ്പോഴും ഓർക്കുന്നു. ഞാൻ ആദ്യമേ സൂചിപ്പിച്ച പോലെ എൻ്റെ ചേട്ടൻ പണ്ട് മുതലേ വചനം വായിക്കുമായിരുന്നു. ചേട്ടൻ ഉപയോഗിക്കുന്ന ബൈബിള് ഞാൻ ഇടയ്ക്കൊന്ന് മറിച്ച് നോക്കാറുണ്ട്, സെമിനാരി കാലഘട്ടത്തിൽ അവധിക്കൊക്കെ എത്തുമ്പോൾ. അങ്ങനെ ചേട്ടന് ഇഷ്ടപ്പെട്ട വചനങ്ങളൊക്കെ അടിവരയിടാറുണ്ട്. ഒരു പക്ഷെ അന്ന് ഞാൻ പഠിച്ച വചനങ്ങൾ ഈ ചേട്ടൻ വിശുദ്ധ ഗ്രന്ഥത്തിൽ അടയാളപ്പെടുത്തിയ വചനങ്ങളായിരുന്നു. ഒരു പക്ഷേ എൻ്റെ ചേട്ടന് പോലും ഈ സംഭവം ഒരു പക്ഷെ അറിയുമായിരിക്കില്ല. സെമിനാരി കാലഘട്ടത്തിൽ അവധിക്ക് വരുമ്പോൾ ഈ വചനമാണ് എന്നെ എപ്പോഴും പ്രചോദിപ്പിക്കുക ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട്. അതുപോലെ തന്നെ ഞാൻ സെമിനാരി ചേർന്ന വർഷം, ഇരിങ്ങാലക്കുട മൈനസ് സെമിനാരിയിലായിരുന്ന വർഷം, എൻ്റെ ചേട്ടൻ എനിക്കൊരു ലെറ്റർ എഴുതിയത് ഇന്നും ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ ലെറ്ററിലുമൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്, ഭയപ്പെടേണ്ട, ദിവ്യകാരുണ്യ ഈശോയിൽ ആശ്രയിക്കുക, ബാക്കിയുള്ളതെല്ലാം ദൈവം നോക്കിക്കൊള്ളും എന്നുള്ള ഒരു ലെറ്റർ, ഒരു 2 പേജ് അടങ്ങുന്ന ലെറ്റർ ഇന്നും ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ആ വലിയ അനുഭവങ്ങൾ, ആ വചനങ്ങളാണ് എന്നെപ്പോഴും വഴി നടത്തുക. ഞാൻ ഈ പള്ളിയിലായാലും ഏത് പള്ളിയിലായാലും ചാർജ് എടുത്തു കഴിഞ്ഞ് ദിവ്യകാരുണ്യ സന്നിധിയിൽ ആരാധനയ്ക്ക് എടുത്ത് വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അന്ന് അറിഞ്ഞ ആ വചനങ്ങൾ പറഞ്ഞിട്ടേ ബാക്കിയുള്ള ഏത് വചനങ്ങളിലേക്കായാലും വിശുദ്ധ ഗ്രന്ഥത്തിലേക്കായാലും ഞാൻ സാധാരണഗതിയിൽ പോകാറുള്ളൂ. കാരണം ആ വചനങ്ങൾ എന്നെ അത്രമാത്രം ആഴത്തിൽ എന്നെ സ്പർശിച്ചിട്ടുണ്ട്. നിനക്ക് എൻ്റെ കൃപ മതി, അതുപോലുള്ളൊരു വചനമായിരുന്നു. എന്നെ ശക്തനാക്കുന്ന എൻ്റെ ദൈവത്തോട് എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. തീർച്ചയായും ശക്തിപ്പെടുത്തുന്നത് ദിവ്യകാരുണ്യമാണ്. ആ ദിവ്യകാരുണ്യത്തിലൂടെയുള്ള ആ ശക്തി ഉണ്ടെങ്കിലേ നമുക്ക് ജീവിതത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അടുത്തൊരു വചനം ഞാൻ ഓർക്കുന്നത് വിശുദ്ധ പൗലോസ്ലീഹായുടെ തന്നെ, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണനേട്ടവുമാണ്.
പൗലോസ്ലീഹ അത് പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത് ജീവിതം ക്രിസ്തുവാക്കി മാറ്റാൻ, മറ്റൊരു ദിവ്യകാരുണ്യമാക്കി മാറ്റിയാലാണ് നമ്മുടെ തന്നെ ജീവിതവും മരണവും എല്ലാം ദൈവത്തിനായിട്ട് വിട്ടുകൊടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഇന്നും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, മനസ്സിലാക്കുന്നു. ഒരു പക്ഷേ ആ വചനങ്ങൾ എൻ്റെ പൗരോഹിത്യ ജീവിതത്തെ മുന്നോട്ട് നയിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായും ദിവ്യകാരുണ്യ അനുഭവങ്ങളിലൂടെ അല്ലെങ്കിൽ ദിവ്യകാരുണ്യവുമായി ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഒറ്റ ആശയമുള്ള, അതായത് ഈശോയ്ക്ക് വേണ്ടി അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ബലി. ഞാൻ എപ്പോഴും ഈ പള്ളിയിലായിരിക്കുമ്പോഴും ഞാൻ പറയാറുണ്ട്, വിശുദ്ധ കുർബാനയിലാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ നിയോഗങ്ങളും ഉണ്ട്. ആ നിയോഗങ്ങളെല്ലാം വിശുദ്ധ കുർബാനയിൽ വന്ന് പങ്കെടുത്ത് നമ്മൾ ആ വിശുദ്ധ കുർബാന അർപ്പിച്ചു പോകുമ്പോൾ നമുക്ക് ലഭിക്കും. അതുകൊണ്ട് വിശ്വസ്തതാപൂർവം ദിവ്യകാരുണ്യ സന്നിധിയിൽ ആരൊക്കെ ആയിരിക്കുന്നു അവരുടെ ജീവിതത്തെ ദൈവം വഴി നടത്തും. ഈശോ തനിയെ ആ വഴി നടത്തുന്ന രംഗം എനിക്കുണ്ടായിട്ടുണ്ട്, പലരും അത് പങ്കുവെച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് നമ്മൾ വായിക്കുന്ന വചനങ്ങളാകാം, വിശുദ്ധരുടെ പുസ്തകങ്ങളാകാം, അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന മറ്റ് ക്രൈസ്തവ മൂല്യങ്ങളടങ്ങിയ ഗ്രന്ഥങ്ങളാകാം, എന്തു തന്നെ ആയാലും അതിലൊക്കെ പറയുക ഈ ദിവ്യകാരുണ്യ അനുഭവത്തിലൂടെ നമ്മെ വഴി നടത്തുന്ന ഈശോയെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് ദിവ്യകാരുണ്യം ഈ ഹൃദയത്തിലുണ്ടെങ്കിൽ തീർച്ചയായും നമ്മെ ദൈവം വഴി നടത്തും. അത് ഏത് മേഖലയിലൂടെ വേണമെങ്കിലും കൊണ്ടുപോകും. ഞാൻ കുറച്ച് മുൻപൊക്കെ സൂചിപ്പിച്ച പോലെ ഈ പള്ളിയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടൊക്കെ ഞാൻ സഞ്ചരിച്ച പോയ വഴികൾ, ഇടപെട്ട വ്യക്തികളെയൊക്കെ വളരെ നന്മയോടുകൂടി എന്നിലേക്ക് അടുപ്പിച്ചത് ഈ ദിവ്യകാരുണ്യത്തിൻ്റെ വലിയ ശക്തിയാണ്, അനുഭവമാണ്. ഇന്ന് 3 വർഷമൊക്കെ ഈ ദേവാലയത്തിലാകുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും, ഈ അൾത്താരയിൽ ഒരു ദൈവാനുഭവം. ഇവിടെ വരുന്ന പല വൈദികരും പറയുന്നതാണ് ഈ അൾത്താരയിൽ വരുമ്പോൾ ഒരു ദൈവാനുഭവം ഉണ്ടെന്ന്. ആ ദൈവാനുഭവത്തിന് കാരണം അനുദിനമുള്ള വിശുദ്ധ കുർബാന എടുത്തു വെച്ചുകൊണ്ടുള്ള ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയും ജപമാലയുമാണെന്ന് തീർച്ചയായും പറയാനായിട്ട് സാധിക്കും. ഇത് ശ്രവിക്കുന്ന നിങ്ങൾ എല്ലാവരും, അല്ലെങ്കിൽ ഇത് പറയുമ്പോൾ ഞാനും വലിയൊരു ദിവ്യകാരുണ്യ അനുഭവത്തിലേക്കാണ് നമ്മളിത് വഴി നടത്തുക എന്നുള്ള ഉറച്ച ബോധ്യം ഉണ്ടാകട്ടെ. ഇത് ശ്രവിക്കുമ്പോൾ ആ ദിവ്യകാരുണ്യ അനുഭവത്തിലൂടെ വളരുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ആകുമ്പോൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതായിരിക്കും. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ,